യുവവാണി. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സസ്യജന്യ പാഴ്വസ്തുക്കളും തേനീച്ച അരക്കും ഉപയോഗിച്ച് ജലം ശുദ്ധീകരിക്കാനുള്ള നൂതന സാങ്കേതിക വിദ്യ വികസിപ്പിച്ച കുസാറ്റിലെ ഗവേഷകരാണ് ഇന്ന് നമ്മോടൊപ്പം. അവരുടെ കണ്ടുപിടുത്തത്തെക്കുറിച്ചും അവരെക്കുറിച്ചും കൂടുതൽ അറിയാം. എല്ലാവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. നമുക്കിവിടെ 3 പേരുണ്ട് ഇന്ന് നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ. ഒന്ന് പരിചയപ്പെടുത്താമോ നിങ്ങളെ തന്നെ? എൻ്റെ പേര് പ്രൊഫസർ ജിനു ജേക്കബ് ജോർജ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ പോളിമർ സയൻസ് ആൻഡ് റബ്ബർ ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിലെ ഫാക്കൽറ്റിയാണ്. ഈ പ്രോജക്റ്റിന്റെ ലീഡ് ഞാനാണ് ചെയ്തത്. എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഡോക്ടർ ദീപു. ദീപു ഒരു നവകേരള പോസ്റ്റ് ഡോക്ടറൽ ഫെലോ ആയിട്ട് അവിടെ ജോയിൻ ചെയ്തതാണ്. അതുപോലെ തന്നെ PhD സ്കോളേഴ്സ് അജിത് മാത്യു, അതുപോലെ ഐശ്വര്യ പൗലോസ്. ഞങ്ങളുടെ ഒരു ടീമാണ് ഈ ഒരു വർക്ക് കണ്ടക്ട് ചെയ്തത്. ഡോക്ടർ ദീപു ഗോപകുമാറിന് ഇന്ന് നമ്മളോടൊപ്പം ചേരാൻ സാധിച്ചിട്ടില്ല അല്ലേ? അതെ, ഡോക്ടർ ദീപുവിന് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല, പേഴ്സണൽ റീസൺ കൊണ്ട്. എൻ്റെ പേര് അജിത് മാത്യു, കുസാറ്റിലെ പോളിമർ സയൻസ് ആൻഡ് റബ്ബർ ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിലെ സ്കോളറാണ്. അപ്പോൾ സാറിന്റെ കൂടെ ഞാനും ഐശ്വര്യയാണ് ഈ ഒരു വർക്കിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. എൻ്റെ പേര് ഐശ്വര്യ പൗലോസ്. ഞാൻ ഡോക്ടർ ജിനു ജേക്കബ് ജോർജിന്റെ റിസർച്ച് സ്കോളറാണ്. ഞങ്ങൾ 4 പേരും കൂടി ഒരുമിച്ച് ചെയ്ത വർക്കാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, സസ്യജന്യ പാഴ്വസ്തുക്കളും തേനീച്ച അരക്കും ഉപയോഗിച്ചുള്ള ജലശുദ്ധീകരണം. അപ്പോൾ ഈ പ്രൊജക്ടിന്റെ പേര് ഞാനിപ്പോൾ മലയാളത്തിലാണ് പറഞ്ഞത്. ശരിക്കും എന്താണ് ഈ പ്രൊജക്ടിന്റെ പേര്? അതൊന്നറിയാൻ താല്പര്യമുണ്ട് ജിനു സർ. ഓക്കെ, ബേസിക്കലി ഇത് നമ്മുടെ മലയാളത്തിൽ നമ്മൾ സസ്യജന്യ പാഴ്വസ്തുക്കൾ എന്ന് പറയുന്നു. അത് നമ്മുടെ പ്ലാന്റ് ബയോ വേസ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന, നമുക്കറിയാം നമ്മുടെ പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ ലഭ്യമായിട്ടുള്ള ഒരു പോളിമറാണ് സെല്ലുലോസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ എല്ലാ പ്ലാന്റ്സിലും, പ്ലാന്റ് സോഴ്സിൽ നിന്നാണ് ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്നത്. അപ്പം നമുക്കറിയാം, ഏറ്റവും പ്രകൃതിയിൽ ഇത്രയും അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് സോഴ്സിലെ സെല്ലുലോസ് നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം. നമുക്കറിയാം, ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പോളിമേഴ്സ്, പ്ലാസ്റ്റിക്സ്, അതുപോലെയുള്ള പോളിമേഴ്സ് എല്ലാം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പെട്രോളിയം പ്രോഡക്ട്സിൽ നിന്നാണ്, പെട്രോളിയം സോഴ്സിൽ നിന്നാണ്. സിന്തറ്റിക് പോളിമേഴ്സ് എല്ലാം, അതെല്ലാം പെട്രോളിയം സോഴ്സിൽ നിന്നാണ്. അപ്പൊ അത് നമുക്ക് അതിന്റെ ഒരു സ്കേഴ്സിറ്റി അല്ലെങ്കിൽ ദൗർലഭ്യം വരുന്നു ഒന്നത്. അതുപോലെ തന്നെ അതിന്റെ ഈ പ്ലാസ്റ്റിക്സിന്റെ ഡീഗ്രഡേഷൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്കിപ്പോൾ കുറെ അവെയർ ആണ് നമ്മളെല്ലാം, അല്ലേ? അത് അതിന്റെ ഡിഗ്രേഡ് ചെയ്യാനായിട്ട് ഇറ്റ് ടേക്സ് ലോങ് ടൈം. അപ്പൊ അത് നമ്മുടെ പ്രകൃതിയിൽ മണ്ണിനും വെള്ളത്തിനും അങ്ങനെ ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിനെ ടാക്കിൾ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ അഭിമുഖീകരിക്കാനായിട്ടാണ് ഇന്നത്തെ ശാസ്ത്രലോകം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിനെ റീപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക്സിനെ, സിന്തറ്റിക് മെറ്റീരിയൽസിനെ നാച്ചുറൽ മെറ്റീരിയൽസ്, പ്രകൃതിജന്യമായ മെറ്റീരിയൽസ് വെച്ച് ഏതെല്ലാം വിധത്തിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അപ്പൊ ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് പല റിസർച്ച് ഗ്രൂപ്പുകളും പല രീതിയിലും മുമ്പോട്ട് നീങ്ങുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇതിൽ ഫോക്കസ് ചെയ്തത്. അപ്പം എങ്ങനെ നമുക്ക് സെല്ലുലോസ് എന്ന് പറയുന്ന പ്രകൃതിയിൽ ഏറ്റവും ലഭ്യമായ ഈ പോളിമറിനെ നമുക്ക് ഏതെല്ലാം തരത്തിൽ ഉപയോഗിക്കാം. അപ്പൊ അതിന് ഈ സെല്ലുലോസിൽ തന്നെ ധാരാളം ഗവേഷണങ്ങൾ ലോകമെമ്പാടും നടക്കുന്നുണ്ട്. ഇന്ത്യയിലും വിദേശത്തും ഒക്കെ ധാരാളം നടക്കുന്നുണ്ട്. അത് ഇന്നത്തെ ഒരു പ്രധാന ഗവേഷണ ഏരിയയാണത്. അപ്പം ഈ സെല്ലുലോസ് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം? അപ്പൊ ഈ സെല്ലുലോസിനെ നമ്മൾ കോമ്പോസിറ്റ്സിന്റെ പ്രിപ്പറേഷനിൽ പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു തരത്തിൽ. അപ്പൊ ഈ സെല്ലുലോസിനെ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു പ്രോഡക്റ്റിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള ഒരു റിസർച്ചാണ് നടക്കുന്നത്. അപ്പം ഈ സെല്ലുലോസ് ബേസിക്കലി നമ്മുടെ പ്രകൃതിയിലെ ആ ബയോ വേസ്റ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നു. അതിനെ നമ്മൾ കെമിക്കൽ ട്രീറ്റ്മെന്റും മറ്റ് പ്രോസസ്സും വഴി നമ്മളത് നാനോ സെല്ലുലോസ് അതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള റിസർച്ച് പലയിടത്തും പല ഗ്രൂപ്പുകളിലും നടക്കുന്നുണ്ട്. അപ്പൊ ആ നാനോ സെല്ലുലോസിനെ ഉപയോഗിച്ച് എയറോജെൽസ് അല്ലെങ്കിൽ അത് നാനോ പേപ്പർ അങ്ങനെയുള്ള പല കൺസ്ട്രക്ട്സ് അല്ലെങ്കിൽ പല പ്രോഡക്റ്റിലേക്ക് നമുക്ക് എത്തിച്ചേരണം. അപ്പൊ അതിനുശേഷം ആ പ്രോഡക്ട്സിനെയാണ് നമുക്ക് പല ആപ്ലിക്കേഷൻസിലും ഉപയോഗിക്കാൻ സാധിക്കുക. അപ്പൊ ഈ ഒരു പ്രത്യേക ഗവേഷണത്തിൽ നമ്മൾ എയറോജെല്ലാണ് പ്രിപ്പയർ ചെയ്തത്. അപ്പൊ ഈ എയറോജെല്ലിന് പലതരത്തില് പല ആപ്ലിക്കേഷൻസിൽ നമുക്ക് ഉപയോഗിക്കാനുള്ള റിസർച്ച് ലോകമെമ്പാടും നടക്കുന്നുണ്ട്. ബയോടെക്നോളജി മേഖലയിൽ, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ, ഇലക്ട്രോണിക്സ്, അതുപോലെയുള്ള ഒരു നൂതനമായ പല മേഖലകളിലും, എയറോസ്പേസ് ഉൾപ്പെടെയുള്ള പല മേഖലകളിലും ഇതിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഈ എയറോജെൽ പ്രിപ്പയർ ചെയ്താലും ഈ സെല്ലുലോസിന്റെ ഒരു ഡ്രോബാക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് അത് വാട്ടർ അബ്സോർബിംഗ് ആണ്.
ആണ്. വെള്ളത്തെ അത് എത്രയും പെട്ടെന്ന് അത് അബ്സോർബ് ചെയ്യും, വലിച്ചെടുക്കുന്നു. അതോടെ അതിന്റെ ആ ഒരു സ്ട്രക്ചർ അതിന് നഷ്ടമാകും. അപ്പൊ അത് ഇതിന്റെ ഒരു വലിയ ഡ്രോബാക്ക് ആണ്. അതോടൊപ്പം തന്നെ ഫ്ലെയിം റെസിസ്റ്റൻസ്, പെട്ടെന്ന് തീപിടിക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. നമുക്കറിയാം പേപ്പർ എന്ന് പറയുന്നതെല്ലാം സെല്ലുലോസ്, മെയ്ഡ് ഓഫ് സെല്ലുലോസ്, അപ്പം ഹൈലി ഇൻഫ്ലേമബിൾ ആണ്. അപ്പം അതും അതിന്റെ ഒരു ഡ്രോബാക്ക് ആണ്, പല ആപ്ലിക്കേഷൻസിലും ആണ്. അപ്പം പ്രധാനമായും നമ്മൾ ഇവിടെ ലക്ഷ്യം വെച്ചത് ഈ സെല്ലുലോസ് എയറോജൽ ഉപയോഗിച്ച് വെള്ളത്തിലെ, നമുക്കറിയാം നമ്മുടെ ആന്റിബയോട്ടിക്സ് എല്ലാം നമ്മുടെ ആശുപത്രി മാലിന്യം അതുപോലെ തന്നെ മരുന്ന് കമ്പനികൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിൽ നിന്നുള്ള എഫ്ലുവന്റ് വാട്ടറിലും എല്ലാം ധാരാളം ആന്റിബയോട്ടിക്സിന്റെ അംശങ്ങളും കലർന്നിട്ടുണ്ടാവും. ഇത് നമ്മുടെ വാട്ടർ ബോഡീസിൽ ആശുപത്രി മാലിന്യത്തിലുള്ള മരുന്നുകളുടെ മാലിന്യം നമ്മുടെ ജലാശയങ്ങളിലെല്ലാം കലരുകയും, നമുക്കറിയാം നമ്മുടെ സിറ്റികളിലെല്ലാം കുടിക്കാൻ ഉൾപ്പെടെയുള്ള വെള്ളം ടാങ്കുകളിൽ എടുക്കുന്നതും നമ്മുടെ സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെയുള്ള എല്ലാം ടാങ്കുകളിലും എടുക്കുന്നത് നമ്മുടെ പുഴകളിൽ നിന്നും ഒക്കെ തന്നെയാണ്. അപ്പം ഈ ജലാശയങ്ങളിൽ കലരുന്ന ആന്റിബയോട്ടിക്സ് പലപ്പോഴും അതിലുള്ള മൈക്രോ ഓർഗാനിസത്തിന് ഈ ആന്റിബയോട്ടിക്സിനെതിരെ റെസിസ്റ്റ് ചെയ്യാനുള്ള ശക്തി ആർജിക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പം അതെന്തായാലും നമുക്ക് തടയാൻ പറ്റത്തില്ല. പക്ഷേ ഈ വെള്ളം എടുത്ത് ടാങ്കുകൾ ശേഖരിച്ച് കുടിവെള്ള ടാങ്കുകളിലേക്ക് അല്ലെങ്കിൽ മറ്റ് നമ്മുടെ ചെറിയ ടാങ്കുകളിലേക്ക്, ചില സംഭരണികളിലേക്ക് എത്തിയതിനു ശേഷം നമുക്ക് അതിനെ പ്യൂരിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. അതിനുവേണ്ടി ഈ എയറോജൽ എന്ന് പറയുന്ന, എയറോജൽ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു സ്പോഞ്ചിന്റെ ഒരു സ്ട്രക്ചറാണ്. സ്പോഞ്ച് സ്ട്രക്ചർ, നമുക്ക് സെല്ലുലോസ് തന്നെ മാത്രമുള്ള ഒരു സ്പോഞ്ച് ലൈക്ക് സ്ട്രക്ചർ. അതിൽ എയറും ഈ സെല്ലുലോസ് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരുപാട് ഹോൾസ് ഉള്ള ഒരു സ്പോഞ്ച് സ്ട്രക്ചർ എന്ന് പറയാം എയറോജൽ. അത് ലൈറ്റ് വെയിറ്റ് ആണ്, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പം ഈ എയറോജലിനെ ഉപയോഗിച്ച് എങ്ങനെ ഈ വെള്ളത്തിനെ ശുദ്ധീകരിക്കാം, ഈ ആന്റിബയോട്ടിക്സിനെ റിമൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇതാണ്. ഇതിനുവേണ്ടി അത് പറയുമ്പോൾ പറയട്ടെ, ഇതിനു മുമ്പ് പല ഗവേഷണങ്ങളും ഓൾറെഡി പല ഗ്രൂപ്പുകളിലും നടക്കുന്ന, ഞങ്ങൾ ഉൾപ്പെടെ പല ഗ്രൂപ്പുകളിലും നടന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എയറോജൽ ഉപയോഗിച്ച് എണ്ണ, അറിയാം ജലത്തിലെ ഓയിൽ റിമൂവ് ചെയ്യാനായിട്ട് ഇതിനെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ഹെവി മെറ്റൽസ്, നമുക്കറിയാം ആഴ്സനിക് പോലുള്ള ഹെവി മെറ്റൽസ് നമ്മുടെ മനുഷ്യ ശരീരത്തിന് തന്നെ ദോഷകരമായിട്ടുള്ളതാണ്. വെസ്റ്റ് ബംഗാളിലൊക്കെ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്കറിയാം. അതുപോലെ തന്നെ മറ്റ് ഡൈസ്, കളറൻസ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ എയറോജൽസ് ഉപയോഗിക്കുന്ന ഗവേഷണങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ആന്റിബയോട്ടിക്സ് എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മളത് അജിത്തും ഐശ്വര്യയും കൂടെ പ്രധാനമായിട്ട് അതിനെ ഫോക്കസ് ചെയ്ത് ഉള്ള ഒരു ഗവേഷണം നടത്തുകയുണ്ടായി. അപ്പം അതിൽ അവർക്ക് അതിന് വിജയകരമായിട്ട് 15 മിനിറ്റിനുള്ളിൽ ഏകദേശം 60% ആന്റിബയോട്ടിക്സിന്റെ മരുന്നിന്റെ കണ്ടന്റ് റിമൂവ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, നമ്മൾ ഇതിൽ ആ ഒരു പ്രത്യേക അല്ലെങ്കിൽ പർട്ടിക്കുലർ കെമിക്കലിനെ അല്ല റിമൂവ് ചെയ്ത്, ആ ഒരു ടാബ്ലറ്റിന്റെ, നമുക്കറിയാം ടാബ്ലറ്റ് ആസച്ച് ആണ്, അതേപടിയാണ് നമ്മുടെ വെള്ളത്തിൽ കലരുകയും സാധ്യതയുള്ളത്. അപ്പൊ അതിനെ മുഴുവനായിട്ട് ഉള്ള രീതിയിലാണ് അതിനെ റിമൂവ് ചെയ്യാനുള്ള ഒരു ഗവേഷണമാണ് ഇതിൽ ചെയ്തത്. അതിന്റെ ഫലങ്ങൾ അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റിയുടെ അപ്ലൈഡ് ബയോമെറ്റീരിയൽസ് എന്ന് പറയുന്ന ഇന്റർനാഷണൽ ജേർണലിൽ പബ്ലിഷ് ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ തേനീച്ച അരക്കും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ തേനീച്ച അരക്ക് അതും ഒരു പോളിമർ തന്നെയാണോ? പോളിമർ അല്ല, അത് കുറെ കോമ്പോസിറ്റ്, കുറെ മെറ്റീരിയൽ ഉള്ള ഒരു വസ്തുവാണ്. ഫാറ്റി ആസിഡ്സ് ഉണ്ട്, കുറെ ഡയോൾസ് ഉണ്ട്, എസ്റ്റേഴ്സ് ഉണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഉള്ള ഒരു മെറ്റീരിയലാണ് ബിവാക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് ആണ് ശരിക്കും ഈ ഒരു മെറ്റീരിയലിനുള്ളത്. കാരണം ഇഷ്ടംപോലെ ഹൈഡ്രോക്സൈഡ് ഗ്രൂപ്പ് ഉണ്ട് ഈ ബിവാക്സിന്റെ കോട്ടിംഗ് വരുന്നുള്ളൂ. നോർമൽ സെല്ലോസ് ഉപയോഗിച്ചാൽ നമുക്ക് ഇത്ര റിമൂവൽ കിട്ടൂല. അപ്പൊ ഇഷ്ടംപോലെ ഹൈഡ്രോക്സൈഡ് ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് ഈ ഡ്രഗും ഈ ബിവാക്സിന്റെ ഫംഗ്ഷണൽ ഗ്രൂപ്പുകൾ നമ്മളൊരു ഹൈഡ്രജൻ ബോണ്ടിങ് ഇന്ററാക്ഷൻ വഴിയും ഹൈഡ്രോഫോബിക് ഇന്ററാക്ഷൻ വഴിയാണ് ഈ വലിച്ചെടുക്കുന്നത്. സർഫസ് ഫിനോമിന മാത്രമേ ഉള്ളൂ, ഉള്ളിലേക്ക് കയറുന്നില്ല. കാരണം ഹൈഡ്രോഫോബിക് ആയതുകൊണ്ട് വെള്ളം ഉള്ളിലേക്ക് കയറുന്നില്ല, സർഫസ് ഫിനോമിന മാത്രമേ ഉള്ളൂ, അഡ്സോർഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടും കൂടിയാണ് ഈ അഡ്സോർഷൻ ഇത്രയും കുറവ് വരാൻ കാരണം. പക്ഷേ നമുക്ക് സാധാരണ നമ്മൾ റിസൾട്ട് നോക്കുവാണെങ്കിൽ ഏകദേശം 1 മണിക്കൂർ അല്ലെങ്കിൽ 1.25 മണിക്കൂറോളമാണ് ഈ 90% റിമൂവൽ നടക്കുന്നത്. പക്ഷെ നമുക്ക് ഈ 15 മിനിറ്റ് കൊണ്ട് തന്നെ 60% റിമൂവൽ നമുക്ക് ഡ്രഗ് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ആ ഇഷ്ടംപോലുള്ള ഫംഗ്ഷണൽ ഗ്രൂപ്പുകൾ കൊണ്ടാണ്. അതിന്റെ അഡ്വാൻറ്റേജ് ആണ്. ബീസ്വാക്സ് എന്ന് പറയുന്നതും ഈ സെല്ലോസ് തന്നെ നമുക്കറിയാം പ്രകൃതിയിൽ ലഭ്യമായ ഒരു പാഴ്വസ്തു തന്നെയാണ്, തേനീച്ച പ്രൊഡ്യൂസ് ചെയ്യുന്നതാണല്ലോ. അപ്പം അതിന്റെ ഒരു കോട്ടിങ് ഈ എയറോജലിൽ കൊടുക്കുകയാണ് ഉണ്ടായത്. അപ്പം അതിന്റെ എല്ലാ സർഫസിലും ഈ ബീസ്വാക്സിന്റെ ഒരു കോട്ടിങ്, ഒരു തെർമൽ ഇൻഡ്യൂസ്ഡ് ഫേസ് സെപ്പറേഷൻ നമ്മൾ വിളിച്ച ഒരു പ്രോസസ്സിലൂടെ അത് കോട്ടിങ് കൊടുക്കുകയും, അപ്പൊ അതുകൊണ്ട് 2 ഗുണങ്ങളാണ് ഉണ്ടായത്. ഒന്നെന്ന് പറയുമ്പം അതിനെ ഈ എയറോജലിന്റെ ഹൈഡ്രോഫോബിക് മാറ്റാൻ സാധിക്കും. വെള്ളം വലിച്ചെടുക്കുന്ന പ്രതിരോധം അതിന് കിട്ടുന്നു. അല്ലെങ്കിൽ വെള്ളത്തിന് അത് സ്ട്രക്ചർ നഷ്ടമാകാതെ അതിനെ എയറോജലായിട്ട് നിലനിൽക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നു. അതിന്റെ ഹൈഡ്രോഫോബിസിറ്റി ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റി. അതോടൊപ്പം തന്നെ ഡ്രഗിന്റെ റിമൂവലിനൂടെ അത് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഡ്രഗ് മാത്രമല്ല, ഇതിപ്പം ഹൈഡ്രോഫോബിക് ആയതുകൊണ്ട് തന്നെ ഓയിൽ വാട്ടർ സെപ്പറേഷനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിൽ എന്തൊക്കെ മാലിന്യങ്ങളുണ്ടോ ഒരു വെള്ളത്തിൽ അത് മുഴുവൻ നമുക്ക് മാറ്റാൻ സാധിക്കും. ഇപ്പൊ ഓയിൽ അബ്സോർപ്ഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അതിന്റെ ആയിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല.
അപ്പോൾ ഇതാണ് ഈ ഒരു പ്രക്രിയയിൽ നമ്മുടെ ഈ സസ്യമാലിന്യങ്ങളും അരക്കും തേനീച്ച അരക്കും വഹിക്കുന്ന പങ്ക്. ഈ ഒരു പ്രോസസ്സിൽ മറ്റ് സിന്തറ്റിക് കെമിക്കൽസ് ഒന്നും ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. ആ ടെക്നോളജി തെർമൽ ഇൻഡ്യൂസ്ഡ് ഫേസ് സെപ്പറേഷൻ ആണ്. ടിപ്സ് എന്ന് വിളിക്കും, തെർമൽ ഇൻഡ്യൂസ്ഡ് ഫേസ് സെപ്പറേഷൻ ടെക്നിക് ഓഫ് ബീവാക്സ്. അതിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്, നമ്മൾ ഈ ബീവാക്സ് എടുത്തിട്ട് എഥനോൾ ശരിക്കും ബീവാക്സിന്റെ സോൾവെന്റ് അല്ല, പക്ഷെ നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കും. ഒരു 80 ഡിഗ്രി സെൽഷ്യസ് കൊടുക്കുമ്പോഴത്തേക്കും ബീവാക്സിനകത്ത് നല്ലൊരു ഡിസോൾവ് ആകും. എന്നിട്ട് നമ്മൾ ഈ എയറോജൽ ഡിപ്പ് ചെയ്തിട്ട് പൊക്കിയെടുക്കുമ്പോൾ കൂൾ ചെയ്യുമ്പോൾ ബീവാക്സ് തിരിച്ച് റീപ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അതായത് അതേ രൂപത്തിൽ തന്നെ തിരിച്ചു വരുമ്പോഴത്തേക്ക് അതിന്റെ നല്ലൊരു ഫൈൻ കോട്ടിംഗ് ഉണ്ടാവും, പക്ഷെ അതിന്റെ പോർ സ്ട്രക്ചർ ഒന്നും മാറൂല. അതാണ് ഇതിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. സാധാരണ എല്ലാവരും ഈ സിലൈൻ മോഡിഫിക്കേഷൻ പോലുള്ള സംഭവങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ പോർ സ്ട്രക്ചർ നഷ്ടപ്പെടും, അതിന്റെ സർഫസ് ഏരിയ മൊത്തത്തിൽ കുറയും. എയറോജൽ എന്നുള്ള ആ ഒരു സ്ട്രക്ചർ അതിന് നഷ്ടമാകും, അതിന്റെ പോഴ്സ് അതിന് ഇല്ലാതായി തീരും. അതിന്റെ ആ ഒരു വലിച്ചെടുക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും. പക്ഷെ ഇതിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ആ ഒരു പോർ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു കോട്ടിംഗ് ഇതിന്റെ മുകളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ ട്രഡീഷണൽ മെത്തേഡ്സ് ഒക്കെ ഉണ്ടല്ലോ, പരമ്പരാഗതമായി നമ്മൾ വെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന ചില മെത്തേഡ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജസ് എത്രമാത്രം കാര്യക്ഷമമാണ്. അത് 60% എന്ന് പറഞ്ഞു, പക്ഷെ നമുക്ക് ഒരുപാട് വലിയ ജലാശയങ്ങളാണ് നമുക്കുള്ളത്. വലിയൊരു ജലാശയം ശുദ്ധീകരിക്കാൻ അല്ലെങ്കിൽ ഒരു ടാങ്ക്, അപ്പൊ അത്രയും ശുദ്ധീകരിക്കാൻ ഏകദേശം എത്ര സമയം എടുക്കുമായിരിക്കും ഐശ്വര്യ? ഞങ്ങൾ പക്ഷെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇൻഡസ്ട്രിയൽ ലെവലിലേക്ക് ആക്കാനുള്ള സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫെഡറൽ യൂണിവേഴ്സിറ്റി ഓഫ് ഉബർലാൻഡിയ ബ്രസീൽ, അതുപോലെ തന്നെ ഫ്രാൻസിലെ യൂണിവേഴ്സിറ്റി ആയിട്ടും നമ്മൾ ഇതിന്റെ സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഓൾറെഡി ഇവർ ഡിസ്കസ് ചെയ്ത പോലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതായത് എയറോജെൽ, നമ്മളിപ്പോ പറഞ്ഞ എയറോജെൽ എന്ന് പറഞ്ഞ ഒരു പഞ്ഞി പോലത്തെ മെറ്റീരിയൽ ആണ്. ആ മെറ്റീരിയലിന് തന്നെയല്ല, ഏത് മെറ്റീരിയലും നമുക്കിങ്ങനെ വാട്ടറിനെ റെസിസ്റ്റ് ചെയ്യണ ഒരു മെറ്റീരിയൽ ആക്കി മാറ്റാം ഈ മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ നമുക്കത് വെറുതെ മുക്കി പൊക്കിയാൽ മതി. അതായത് കെമിസ്ട്രീനെ കുറിച്ചോ അല്ലെങ്കിൽ ഞങ്ങളിപ്പോ ചെയ്യണ പോലെ റിസർച്ചിനെ കുറിച്ചോ ഐഡിയ ഇല്ലാത്തവർക്ക് പോലും നമ്മളിതൊന്ന് പറഞ്ഞു കൊടുത്താൽ ആ ഒരു മെറ്റീരിയലിനെ വെള്ളത്തിനെ റെസിസ്റ്റ് ചെയ്യണ ഒരു മെറ്റീരിയലാക്കി മാറ്റാം. അതാണ് ശരിക്കും ഞങ്ങളുടെ ഈ ഒരു റിസർച്ചിൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരു ശരിക്കും ഒരു ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ്. ഒന്ന് മുക്കി അത് പൊക്കി എടുത്താൽ പോലും ആ ഒരു മെറ്റീരിയൽ വാട്ടറിനെ റെസിസ്റ്റ് ചെയ്ത് തുടങ്ങും. അപ്പോൾ എയറോജെല്ല്, അതുപോലെ പേപ്പറുകൾ അല്ലെങ്കിൽ ഫിലിംസ്, എന്തിനേയും നമുക്ക് അങ്ങനെ മാറ്റാം. അതാണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു പോയിന്റ്. പിന്നെ ബീവാക്സ് എന്ന് പറയുന്നത് നമുക്ക് പ്രകൃതിക്ക് ഒട്ടും ദോഷകരമായ ഒരു വസ്തുവല്ല, എന്നിട്ട് ആ വസ്തുവിനെ പോലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റി എന്ന് പറയുന്നതാണ് ഞങ്ങൾക്ക് അതൊരു ക്രെഡിറ്റ് ആയിട്ട് തോന്നിയത്. പിന്നെ ഇതിന്റെ ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന 2 വസ്തുക്കളായതുകൊണ്ട് അധികം ചെലവ് വരുന്നില്ല. പിന്നെ ആകെ ചെലവ് എന്ന് പറയുന്നത് ഇതിന്റെ ആ ഒരു മെറ്റീരിയൽ ആക്കി മാറ്റാൻ, എയറോജെല്ലാക്കി മാറ്റാൻ ഞങ്ങൾ യൂസ് ചെയ്യണ 2-3 ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അതിന്റെ മാത്രമാണ് ചെലവ് എന്ന് പറയുന്നത് നമുക്ക് അധികം വരുന്നുള്ളൂ. അതും പക്ഷെ അതൊക്കെ ഒരു അസറ്റ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. ഒരു ഇൻസ്ട്രുമെന്റ് മേടിച്ചാൽ നമുക്ക് വളരെ കാലം യൂസ് ചെയ്യണ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. സോ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ഞങ്ങൾ അതിന്റെ സ്റ്റഡീസ് കുറച്ചുകൂടെ കണ്ടക്ട് ചെയ്യാനുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് മെറ്റീരിയലുകൾ ചിന്തിച്ചിട്ടായിരിക്കുമല്ലോ ഒടുവിൽ ഈ ബീസ് വാക്സിലേക്കും സസ്യജന്യ പാഴ്വസ്തുക്കളിലേക്കും ഒക്കെ എത്തിയത്. ഈ 2ലേക്ക് എത്തുന്നതിന് മുൻപ് ഏതൊക്കെ തരം എക്സ്പെരിമെന്റ്സ് ചെയ്തിരുന്നു? അല്ല, കുറെ മോഡിഫിക്കേഷൻ നമ്മൾ ചെയ്തിരുന്നു. ഐശ്വര്യയുടെ തന്നെ ഒരു സിങ്ക് ഓക്സൈഡ് സ്റ്റീറിക് ആസിഡ് എന്നൊരു കോമ്പിനേഷനാണ് നമ്മൾ ഈ എയറോജലിനെ ഹൈഡ്രോഫോബിക് മോഡിഫിക്കേഷൻ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്തേക്കുന്നത്. ആ പേപ്പർ അണ്ടർ റിവിഷൻ പ്രോസസ്സിലാണ്. സിങ്ക് ഓക്സൈഡ് സ്റ്റീറിക് ആസിഡ് കോമ്പിനേഷൻ. അപ്പൊ അത് ഈ മെറ്റീരിയലിനെ ഇതുപോലെ ഹൈഡ്രോഫോബിക് ആക്കും. ഇതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. അപ്പോഴാണ് നമുക്ക് ഈ നാച്ചുറൽ, അതായത് നമ്മുടെ ദീപുചേട്ടന്റെ ഒരു ഫ്രണ്ട് വഴിയാണ് നമുക്ക് ബീസ് വാക്സിലേക്ക് നമ്മൾ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ബി വാക്സിന്റെ എമൽഷൻ ആണ് പ്രിപ്പയർ ചെയ്തത്. ഇമൽഷൻ എന്ന് പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും കലങ്ങാത്ത ദ്രാവകങ്ങൾ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന മിശ്രിതം. നമ്മുടെ മയോണൈസ് ഒക്കെ ഇമൽഷൻ ആണ്. അപ്പൊ അതുപോലൊരു സാധനം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ സെല്ലോസുമായിട്ട് മിക്സ് ചെയ്ത് ആ ഹൈഡ്രോഫോബിക് മെറ്റീരിയലാണ് നമ്മൾ വാട്ടർ പ്യൂരിഫിക്കേഷൻ ഉപയോഗിക്കാൻ ശ്രമിച്ചത്. പക്ഷെ അത് നമുക്ക് സക്സസ് ആയിട്ട് കിട്ടിയില്ല, ആ ഒരു ഹൈഡ്രോഫോബിസിറ്റി കിട്ടിയില്ല. പിന്നെയാണ് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്ത് നമ്മുടെ ആ ഗ്രൂപ്പിലെ ഡിസ്കഷനും പിന്നെ ഷാരി മിസ് ഉണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ. അപ്പോൾ മിസ്സിനോട് ചോദിച്ചപ്പോഴാണ് ബി വാക്സിന്റെ ഈ ഒരു ടെക്നോളജി പറഞ്ഞത്. അതായത് ഇങ്ങനെ ഒരു 80 ഡിഗ്രിയിൽ ഈ സാധനം ഡിസോൾവ് ആവുമെന്ന് പറയുന്നത്. എന്നാൽ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, പൊക്കിയെടുത്തു, ഓവനി വെച്ചു, 50 ഡിഗ്രി സെൽഷ്യസ് വെച്ചു, പിറ്റേ ദിവസം വന്ന് നോക്കിയപ്പോഴത്തേക്കും അടിപൊളി സാധനം. അങ്ങനെയാണ് നമുക്കിത് കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ. അല്ലാതെ ഒരു നമ്മളിങ്ങനെ ഇങ്ങനെ കിട്ടും എന്നൊരു പ്രതീക്ഷ ചെയ്ത ഒരു വർക്കല്ല. അല്ലാതെ നമുക്ക് അറിയാതെ തന്നെ ഡിസ്കഷനിലൂടെയും എല്ലാം ഒരു ഇതായിട്ട് കിട്ടിയ വർക്കാണ്. ആക്സിഡന്റ് അങ്ങനെ വേണം പറയാം ഇതിനെ. റബ്ബറൊക്കെ കണ്ടുപിടിച്ചത് അങ്ങനെ കണ്ടുപിടിച്ചാണ്. അതായത് നമ്മൾ വായിച്ചിരുന്നു കുറച്ചധികം, പക്ഷെ ഇങ്ങനെ ഒരു ഇതിനകത്തേക്ക് എത്താൻ പറ്റുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. പിന്നെ ഞങ്ങളും ഇതുപോലെ തന്നെ മുമ്പ് റിസർച്ച് ചെയ്ത പോലെ തന്നെ വാട്ടറിൽ നിന്ന് ഓയിൽ മാത്രം
മാത്രം റിമൂവ് ചെയ്യാം, അങ്ങനെ ഒരു ഇതിനകത്തേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് മെന്റർ ദീപു ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞത്, ഇപ്പം എല്ലാവരും ഓയിൽ അബ്സോർപ്ഷൻ ആണല്ലോ ട്രൈ ചെയ്യണം, പക്ഷെ ഇപ്പോൾ ഒരു എമർജിങ് പൊല്യൂട്ടൻ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരു പ്രശ്നമാവുന്നത് നമ്മുടെ ഈ മരുന്നുകളും ഡ്രഗ്സുകളും ഒക്കെയാണ്. അതായത് ഇപ്പം എന്റെ വീട്ടിലാണെങ്കിൽ കൂടി നമ്മൾ ആവശ്യമില്ലാത്ത മരുന്നുകൾ അല്ലെങ്കിൽ അതിന്റെ സമയം കഴിയുമ്പോൾ നമ്മൾ അതെടുത്ത് ചുമ്മാ കളയാം. ഒരു പ്രോപ്പർ ഡിസ്പോസൽ ഇപ്പോഴും നമുക്കറിയില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇതെല്ലാം പിന്നെ ചെന്നെത്തുന്ന ഒന്നല്ലെങ്കിൽ വാട്ടർ ബോഡീസിലായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ സോയിലായിരിക്കും. അങ്ങനെ ഒരു ഇത് വന്ന് ചിന്തിച്ചപ്പോഴാണ് ദീപു ചേട്ടനാണ് ഇപ്പം ഇങ്ങനത്തെ ഒരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ ഡ്രഗ്സിനെ റിമൂവ് ചെയ്യാനുള്ള എന്തെങ്കിലും നമുക്ക് സ്കോപ്പ് ഉണ്ടോന്നൊന്ന് നോക്ക് എന്ന് ഞങ്ങളോട് പറഞ്ഞത്. അങ്ങനെയാണ് അതിനെക്കുറിച്ച് വായിച്ച് അപ്പം ഏത് ഡ്രഗ് സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ ആ ഡ്രഗിന് ഇത്ര അബ്സോർപ്ഷൻ വരും, അല്ലെങ്കിൽ ഇത് ഡ്രഗ് അബ്സോർബ് ആവോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ കുറച്ചധികം നോക്കി അങ്ങനെയാണ് ഒരു ഡ്രഗിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തത്. പക്ഷെ ആ ഡ്രഗ് കറക്റ്റ് ആയിരുന്നു, നല്ല അബ്സോർപ്ഷൻ കിട്ടി. ഇത് നമ്മളിപ്പോ ഒരു ടാബ്ലറ്റ് നമ്മൾ കഴിക്കുമ്പോൾ അതിന്റെ ഒരു നിശ്ചിത ശതമാനമേ ഉള്ളൂ നമ്മുടെ ശരീരം ആഗിരണം ചെയ്യുന്നുള്ളൂ. ബാക്കിയും കൂടുതലും അത് നമ്മുടെ വേസ്റ്റ് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതൊക്കെ അൾട്ടിമേറ്റ്ലി ഏതെങ്കിലും വാട്ടർ ബോഡീസിൽ എത്തിച്ചേരും. അങ്ങനെ ആ ഒരു രീതിയിൽ അതുപോലെ തന്നെ ഡ്രഗ് പ്രൊഡ്യൂസിങ് കമ്പനീസിൽ നിന്ന് ഒരുപാട് വേസ്റ്റ് ആയിട്ടും മറ്റു തരത്തിലും ഇത് ജലാശയങ്ങളിൽ എത്തുന്നുണ്ട്. അതൊരു എമർജിങ് പൊല്യൂട്ടന്റ് ആണ് ശരിക്കും. അപ്പൊ അത് ഒരു പ്രോബ്ലം തന്നെ ആയി മാറുന്നതാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ പലപ്പോഴും നമുക്കറിയാം ഡ്രഗ്സിന്റെ സൈഡ് എഫക്ട്സും മറ്റു കാര്യങ്ങളും. അപ്പൊ അതിനെ ഈ ഒരു പ്രകൃതിജന്യമായ വസ്തുക്കളിലൂടെ നമുക്ക് ഏതെങ്കിലും തരത്തിൽ റിമൂവ് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഇതൊരു ജലാശയങ്ങളിൽ നമുക്ക് ഇത്രയും വലിയ വാട്ടർ ബോഡീസിൽ നമുക്ക് ഡയറക്റ്റ് റിമൂവ് ചെയ്യൽ ഈ രീതിയിലൊന്നും പറ്റുന്നതല്ല. അപ്പൊ ചെറിയൊരു വാട്ടർ കണ്ടന്റിൽ ഫൈനൽ ആയിട്ടുള്ള വരുന്ന സ്റ്റേജിൽ നമുക്ക് ഈ രീതിയിലുള്ള മാർഗങ്ങളിലൂടെ നമുക്ക് ശുദ്ധീകരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഒരു പ്രിലിമിനറി സ്റ്റഡീസ് ആണ് ഞങ്ങളുടെ നടന്നത്. ഇൻസ്ട്രുമെന്റ് ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ഈ ഒരു മെറ്റീരിയൽ അബ്സോർബ് ചെയ്യുന്ന നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ ഇതിന്റെ ബാക്കി ഒരു ഇൻസ്ട്രുമെന്റേഷൻ ലെവലിലേക്ക് നമ്മൾ ഉയരണം. അതെ, ഈ മെറ്റീരിയലിനെ അതുപോലെ തന്നെ ഒരു പ്രോഡക്റ്റ് ആക്കി മാറ്റണമെങ്കിൽ 3D പ്രിന്റിംഗ് പോലുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നമുക്ക് അത് പ്രോഡക്റ്റൂടെ ആക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് പല ഷേപ്പുകളിലേക്കും പല ആപ്ലിക്കേഷൻസിനും ഉപയോഗിക്കാൻ സാധിക്കുന്നു. അതൊരു വലിയ കാര്യമാണ്, സ്റ്റെപ്പാണ്, വലിയൊരു സ്റ്റെപ്പാണ്. അതുകൂടെ സാധിച്ച് അങ്ങനെ വരുമ്പോൾ അത് കൂടുതൽ ഉപയോഗപ്രദമായി മാറും. ഇപ്പൊ 3D പ്രിന്റിംഗ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ പോറൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ വെള്ളം ഇതിന്റെ ഉള്ളിൽ കൂടെ വരുന്ന രീതിയിലൊക്കെ നമുക്ക് ഇതിന്റെ ഷേപ്പ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ അതാണ് ഈ 3D പ്രിന്റ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഉള്ളിൽ കൂടെ വരുവാണെങ്കിൽ അതും അബ്സോർപ്ഷൻ കൂട്ടും, ഇത് റിമൂവൽ കൂട്ടും. അപ്പൊ അങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ഇനിയും ഇംപ്രൂവ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ എത്ര കാലം എടുത്തു ഈ ഒരു കണ്ടുപിടുത്തത്തിലേക്ക് എത്താൻ? 6-7 മാസം എടുത്തു. പ്രിയരെ, ഈ സംഭാഷണം ഇവിടെ തീരുന്നില്ല. ഈ പരിപാടിയുടെ തുടർഭാഗം നാളെ രാത്രി 8:05 യുവവാണിയിൽ. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. കൊച്ചി ആകാശവാണിയുടെ യുവവാണി പരിപാടിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? 18-നും 35-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം. യൂത്ത് ക്ലബ്ബുകൾക്കും പങ്കെടുക്കാം. ഇതിനായി നിങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി 94 47 56 22 12 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയക്കാം. സന്ദേശങ്ങൾ യുവവാണി എന്ന തലക്കെട്ടോടെ വേണം അയക്കാൻ. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 94 47 56 22 12 94475 62212. യുവവാണി എന്ന തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത്. ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം റിയ. യുവവാണി സമാപിക്കുന്നു.